ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇത് നമ്മൾ അടുക്കളേൻ്റെ സ്റ്റൗ വെച്ച ഭാഗം കേട്ടോ. അവിടെ ആകെ വൃത്തികേടായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാങ്ങിയ വളസിക്കറാണ്. ഇത് വാങ്ങി വെച്ചിട്ട് 2-3 മാസമായിട്ടുണ്ട്. പക്ഷേ ഇതുവരെയായിട്ട് ഒട്ടിക്കൽ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ ഒട്ടിച്ചേക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി അളവൊക്കെ എടുത്ത് അളവ് 2 പ്രാവശ്യമൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിവിടുന്ന് അളവെടുത്താണ്ട് അവിടെ ചെല്ലുമ്പോൾ മറന്നു പോകും. പിന്നെ ഞാൻ പിന്നെയും വന്ന് അളവെടുത്ത് പിന്നെ ഒരു പേപ്പറിലൊക്കെ എഴുതി വെച്ചിട്ടാട്ടോ ഞാൻ ചെന്നിട്ട് അളവെടുക്കണം. എന്നിട്ട് ഞാൻ ഇത് കട്ട് ചെയ്യണോ കോളാവുമോ എന്ന് വിചാരിച്ചിട്ടൊക്കെ കേട്ടോ. പിന്നെ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് മാർക്കൊക്കെ ചെയ്യാൻ തുടങ്ങി. മാർക്ക് ചെയ്തപ്പോൾ അപ്പുറ സൈഡ് കാണില്ല. പിന്നെ ഞാനത് മറിച്ചിട്ടാണ്ട് ഇപ്പുറ സൈഡിൽ മാർക്ക് ചെയ്തു. അപ്പോൾ എന്തോരം നല്ലതായിട്ട് തെളിഞ്ഞ് കാണുന്നുണ്ടെന്നറിയോ. ഇടയ്ക്കൊന്ന് ട്യൂബ് ലൈറ്റായി പോകും, അത് സാരമില്ല. പിന്നെ ഞാനതെടുത്ത് കട്ടൊക്കെ ചെയ്തിട്ടോ. കട്ട് ചെയ്തപ്പോഴും ചെറിയൊരു ഇതുണ്ട്, ഇനി ശരിയാവൂലേ എന്നൊക്കെ വിചാരിച്ചിട്ടോ. അവിടെ കൊണ്ട് ചെന്ന് പിന്നെ ഒന്നും കൂടി നോക്കിയപ്പോൾ ചെറിയൊരു ഏറ്റക്കുറച്ചിലുണ്ടായിരുന്നു. അതിൽ പിന്നെയും ഞാൻ കൊണ്ടുപോയി കട്ട് ചെയ്തു. പിന്നെ ഞാനത് വലിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ID കാർഡാണ് എടുത്തത്. വേറൊന്നും അവിടെ കിട്ടിയില്ല. അപ്പോൾ പിന്നെ ഞാൻ ID കാർഡ് എടുത്തു. എന്നിട്ട് പിന്നെ ചെറുതായിട്ട് ഒട്ടിച്ച് കൊടുത്താണ്ട് പിന്നെ അടിയിലുള്ള സ്റ്റിക്കർ ഇങ്ങനെ വലിച്ച് കൊടുത്താൽ അത് കാർഡ് വെച്ചാണ്ട് ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നല്ല സിമ്പിളായിട്ട് നമുക്ക് ഇതിങ്ങോട്ട് താഴത്തേക്ക് കൊണ്ട് പോകുമ്പോൾ ഒട്ടിച്ചാണ്ട് കൊടുത്താൽ മതി. പിന്നെ ഈ പെർഫെക്റ്റ് ആയിട്ടൊന്നും ചെയ്യില്ല, എന്നാലും കുഴപ്പമില്ല, നമ്മളല്ലേ ചെയ്യണത്. അങ്ങനത്തെ പണിയൊന്നും ചെയ്യുന്ന ആൾക്കാരല്ലല്ലോ. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിക്ക് നമ്മൾ ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് വലിയ ഇഷ്ടമായിട്ടോ ഇത് കാണാനേ. നമ്മൾ തന്നെ ചെയ്തതാകുമ്പോൾ പിന്നെ അത് വൃത്തിയാകുമ്പോൾ ഒരു മനസ്സിലൊരു സന്തോഷമാണല്ലോ. അപ്പോൾ ഞാനത് ഒട്ടിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അവിടെ ഇനി ആ മുകളിലത്തെ ഭാഗം കൂടി ഇനി ഒട്ടിക്കണം. പിന്നെ ഒരിക്കലും ആവട്ടെ. അപ്പം ഇത്രത്തേക്കുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്കും കമൻറ്റൊക്കെ പോന്നോട്ടെ.